സത്യം പറയാലോ ഫ്രണ്ട്സ് കഴിച്ചാൽ നിർത്താനേ തോന്നൂല. അത്രക്ക് ടേസ്റ്റുള്ള ഒരു ദോശ റെസിപ്പിയാണ്. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും അഭിപ്രായം പറയണേ. എനിക്ക് ദോശ ഇഷ്ടല്ല. പൊതുവേ എനിക്ക് ദോശ കഴിക്കാൻ ഇഷ്ടല്ല. പക്ഷെ അങ്ങനത്തെ എനിക്ക് വരെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. രാവിലെ ഒരു എന്നും ദോശയും ചമ്മന്തിയല്ലേ കഴിക്കല്. അതിലൊരു വെറൈറ്റി ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി ഇതിലേക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കാനായി 2-3 വറ്റൽമുളകും പിന്നെ കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് പുളിയും എന്നിട്ട് ഇത്തിരി ഉപ്പും ഇട്ടിട്ട് അതൊന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ കുറച്ച് മുളകും പൊടിയും വെള്ളവും ചേർത്തിട്ട് ഒന്ന് പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇതേപോലെ. ഇനി ഫ്ലെയിം ഓണാക്കിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് നമ്മൾ അരച്ച അരപ്പുണ്ടല്ലോ അത് അതിലേക്ക് ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് അതിൻ്റെ പച്ച കുത്തൊക്കെ ഒന്ന് മാറിയിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ അത് നന്നായിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതേമാതിരി കുക്കിംഗ് വ്ളോഗ്സും ഫാമിലി വ്ളോഗ്സൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് വേണേ. അപ്പോൾ നമ്മൾ അരപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിക്കണ്. ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കൊരു മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളിയും കുറച്ച് പച്ചമുളകും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഓംലേറ്റിനൊക്കെ അടിക്കൂലേ അതേമാതിരി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്കൊരു പാന് ദോശ ചുടണ ദോശക്കല്ല് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ദോശ ബാറ്റർ ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ചുറ്റിച്ചെടുക്കണം. അതൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പരിപാടിയാണല്ലേ. ഈ ദോശ ഇങ്ങനെ റൗണ്ടിലാക്കൽ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണിത്. ഇതിങ്ങനെ റൗണ്ടിലാക്കൽ. അപ്പോൾ ഇതാ ഒന്നിങ്ങോട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് നെയ്യ് എടുത്ത് വെച്ചിക്കണ്. ബട്ടർ വേണമെങ്കിൽ ബട്ടറും ചേർക്കാട്ടെ. ഞാൻ ഇപ്പോൾ ഇവിടെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഈ നെയ്യ് ദോശേൻ്റെ എല്ലാ സ്ഥലത്തേക്കാവുന്ന രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളെ മസാല ഉണ്ടല്ലോ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ മസാല എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ ഒന്ന് പരത്തി കൊടുക്കുക. നമ്മൾ പിസക്കൊക്കെ പിസ്സ സോസ് തേക്കണ മാതിരി തേച്ച് കൊടുക്കുക. ഇനിയാണ് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ട മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാ സൈഡിലേക്കും ഒരേപോലെ നമുക്ക് ഒഴിച്ചിട്ട് പരത്തി കൊടുക്കാം കേട്ടോ. ഇനി ആ മുട്ട മിക്സ് ഒന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച അരപ്പ് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ അരപ്പിന് എത്ര ഒഴിച്ചാലും അത്രയും ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതൊരു സൈഡ് നന്നായിട്ട് ആ മുട്ടൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതാണ്ടില്ലേ അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടില്ല. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അടിഭാഗമൊക്കെ നല്ല മൊരിഞ്ഞ് സെറ്റായിക്കണം. നല്ല അടിപൊളി ആയിക്കണം. ഇനി അത് നമുക്ക് മറുഭാഗം വെന്ത സ്ഥിതിക്ക് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. സീരിയസ്ലി ഫ്രണ്ട്സ് ഭയങ്കര ടേസ്റ്റുള്ള ദോശ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കി. കഴിച്ചുകൊണ്ടിരിക്കാനേ തോന്നും. എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ്